ബേബ്സ് വെൽക്കം ബാക്ക്. കിൻ പോഷന്റെ 12ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് പോർച്ചേനെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവിടാണ്. ഇന്നാണ് അവന് ഇന്റർവ്യൂ ഉള്ളത്. പോഷന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണല്ലോ പോർഷെ കോളേജിലൊക്കെ പഠിച്ച വലിയ ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടെ കൊണ്ടേ ആക്കുന്നത്. പോർച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമാണ് ഉള്ളത്. പോഷാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. ശരിയെന്ന് പറഞ്ഞാൽ പോവാൻ നിൽക്കുന്ന പോർച്ചന്റെ അടുത്ത് എന്തെങ്കിലും മറന്നോന്ന് ചോദിച്ച് ഒരു ഹഗ്ഗൊക്കെ മേടിക്കുന്നുണ്ട്. ആ സമയത്ത് പോർച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്ന ഒരു ലെവലിലേക്ക് വരെ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോർഷെ ഭയങ്കരമായിട്ട് പോർച്ചനെ എൻകറേജ് ചെയ്തിട്ടാണ് പോകുന്നത്. കിമ്മിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു മ്യൂസിക് അക്കാദമിയിൽ തന്നെ വന്ന് പഠിക്കണമെന്ന് പോർച്ച ആഗ്രഹിച്ചത്. പക്ഷേ കിമ്മിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ അവതാളത്തിലായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ല. ജസ്റ്റ് ആ ഒരു ഇന്റർവ്യൂവിന് പോവുക പോലും ചെയ്യാണ്ട് കുറെ നേരം ആലോചിച്ചിരുന്ന അവന്റെ റെസ്യൂം അവിടെ ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ട് പോവാണ്. പക്ഷെ നേരെ വരുന്നത് നമ്മുടെ പോളിന്റെ അടുത്തേക്കാണ്. പോളിന്റെ അടുത്ത് പുതിയ ബോഡി കടക്കാൻ നിൽക്കുന്നുണ്ട്. അവനെ പറഞ്ഞു വിട്ടിട്ട് കിന്നെവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അറിയത്തില്ല, ആരെയും കൂട്ടാതെ ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പോഷയ്ക്കാണെങ്കിൽ കിന്നിനെ കാണണം. അതിന് വേണ്ടിയിട്ട് കിന്നിനെ കുറിച്ച് റിപ്പീറ്റ്ലി ചോദിച്ചുകൊണ്ടിരിക്കുമ്പം എടി എന്തിനാണ് അവർ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, ഒന്ന് പോയി എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ടാബില് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചെക്കൻ വരുന്നത് കണ്ണാടിന്റെ അടുത്തേക്കാണ്. റെഡ് കോഡ് എന്ന് പറയുമ്പം യെസ് സാർ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആളും പോയിട്ട് സൗണ്ട് കേട്ടോണ്ടിരിക്കാണ്. ഇപ്രാവശ്യം കിന്നിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ബട്ടണിലാണ് ആ ഒരു റെക്കോർഡിങ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റിലാണുള്ളത്. അവിടുത്തെ വെയിറ്ററേക്കിനാണെങ്കിൽ കുറെ എല്ലാം കണ്ടിട്ട് ഞാൻ നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. എപ്പോഴത്തെ പോലെ തന്നെയാണോ അതോ വേറെ വല്ലതും ഓർഡർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. എന്തുവാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ കേട്ടിട്ട് പോഷിക്കാണെങ്കിൽ ഇവിടെ ജലസായിട്ട് കിന്നിന് ഓരോന്ന് ഇവിടെ ഇരുന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അങ്ങോട്ടേക്ക് വേറൊരാള് വരുന്നുണ്ട്. അയാളുടെ സൗണ്ട് കേൾക്കുമ്പം പോഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അയാളാണ് പോഷന്റെ അങ്കിളിന്റെ ആ ഒരു പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലോ അയാളെന്ന്. അങ്ങേരാണെങ്കിൽ കിന്നിന്റെ അടുത്ത് പറയുന്നത് എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്, അതിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിക്കാണ്. പോഷന്റെ കാര്യത്തില് അവനെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് അറിയാലോ എന്ന് പറഞ്ഞ് ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തുന്ന കണക്കാണ് സംസാരിക്കുന്നത്. ഇത് കേട്ടിട്ട് പോഷയ്ക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. അപ്പോൾ തനിക്ക് സംഭവിച്ചതിനെല്ലാം പിന്നില് കിന്നാണോ എന്നുള്ള രീതിക്ക്. കിന്നാണെങ്കിൽ അങ്ങേരെ മൈൻഡാ കണ്ടവർന്ന് എണീറ്റുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നെ അടുത്ത സീനിൽ നമ്മുടെ പീറ്റ് ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വരുന്ന വേഗാസ് ഇതെവിടെ നീട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പുറത്തുപോയി മേടിച്ചിട്ട് തന്നെയാണെന്ന് പീറ്റ്. എന്നാലും ഇത് നിനക്ക് സ്യൂട്ട് ആവുന്നില്ലെന്ന് വേഗാസ് ഒന്ന് നോക്കിയിട്ട് അതിന് നിന്റെ റൂമിൽ വേറെന്താ ചെയ്യാനുള്ളത് എന്ന് പീറ്റ്. ഇഡിയറ്റ്, അത് നീയാണെന്ന് പീറ്റ്. ആ ബുക്കാണെങ്കിൽ ഈ ബ്ലഡ് ടൈപ്പ് വെച്ചിട്ട് പേഴ്സണാലിറ്റി പറയുന്നതിനെ കുട്ടൊരു ബുക്കാണ്. വേഗാസിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുമ്പം AB എന്നവൻ തിരിച്ചു ചോദിക്കുമ്പം O എന്ന് പീറ്റ്. എന്നാ പിന്നെ അത് വായിക്കുമെന്ന് വേഗാസ് പറയുമ്പം പീറ്റ് അത് വായിക്കുന്നുണ്ട്. സ്മാർട്ടാണ്, ഹാൻഡ്സ് ആണ്, ക്ലെവർ ആണ് എന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നിന്റെ പുന്നെ ആ ബുക്ക് എടുത്ത് തൂക്കിക്കളാ, ഒന്നിനും കൊള്ളത്തില്ല, വെറും വേസ്റ്റ് ആണെന്ന് വേഗാസ്. ശരിക്കും ഇത് ഇതിലുള്ളതാണെന്ന് പീറ്റ്. എന്നിട്ട് വേഗാസിൻ്റെത് വായിക്കുവാണ്. പുറത്ത് ഭയങ്കര ഓപ്പൺ ആയിട്ട് കാണിക്കുമെങ്കിലും ഉള്ളിൽ അങ്ങനെയല്ല. ആ ഇമോഷൻസ് മനസ്സിലാക്കാനേ പറ്റത്തില്ല. പുറമെ ഭയങ്കര റഗഡായിട്ട് കാണിക്കുമെങ്കിലും ഉള്ളില് ഭയങ്കര സെൻസിറ്റീവ് ആണെന്നൊക്കെയാണ് പീറ്റർ വായിക്കുന്നത്. ആ സെൻസിറ്റീവ് എന്ന് പറഞ്ഞത് വീക്ക് നല്ലൊരു നിലയ്ക്കാണ് വേഗാസ് എടുക്കുന്നത്. അത് ആൾക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. വീക്ക് എന്നല്ല, സെൻസിറ്റീവ് എന്നാ പറഞ്ഞത് എന്ന് പീറ്റർ വായിക്കുന്നതൊക്കെ ആണെങ്കിൽ വേഗാസിന്റെ അക്യുറേറ്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളാണ്. ഇത് കണ്ടിട്ട് വേഗാസിനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. ആ ബുക്ക് അങ്ങ് ചവിട്ടിക്കളയാണ്. ഇത് കണ്ടിട്ട് പീറ്റിനാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമാവുന്നുണ്ട്. പിന്നെ പോഷന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പോഷാണെങ്കിൽ ആ പട വിഷമിച്ച് നിൽക്കുവാണ്. അവനൊന്ന് തൊടുന്ന സമയത്ത് കൈതട്ടി മാറ്റുന്നു. ലവേഴ്സ് തമ്മിൽ പരസ്പരം എല്ലാം പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി, ഞാനൊരു മണ്ടനാണ്, നീ എന്നെ പറ്റിക്കുമായിരുന്നു, തുടക്കം മുതലേ നീ എന്നെ പറ്റിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോഷ ഭയങ്കരമായിട്ട് വിഷമിച്ച് സംസാരിക്കുന്നുണ്ട്. കിന്നിനും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അവനെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി വിട്ടിട്ട് പോയാ അവസാനത്തെ ഒരു കാര്യമായിരുന്നു ആ വീട്, അതാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് പോഷ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന സമയത്ത് ഐ എം സോറി, ഞാൻ ശരിക്കും അങ്ങനെ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, എൻ്റെ അച്ഛൻ്റെ ഓർഡേഴ്സ് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്തത് എന്ന് കിന്ന്. എന്തുകൊണ്ടാ ഞാനെന്ന് പോഷ ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നിനക്ക് വേണ്ടിയിട്ട് നീ എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആൻസർ ഞാൻ കണ്ടുപിടിച്ച് തരുന്ന കിന്ന് പോഷയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കിന്നും ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് നിൽക്കുന്നത്. അവൻ ആ ഒരു വിഷമമുണ്ട് എന്ന് പോഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അടുത്ത സീനിൽ രണ്ടുപേരും കൂടെ കിന്നിന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുവാണ്. അച്ഛൻ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് ഹെഡ് ബോഡി ഗാർഡ് തടയുന്ന സമയത്ത് അവരെങ്ങ അകത്തേക്ക് വിട്ടേക്കുന്ന് കിന്നിന്റെ അച്ഛൻ. എന്താ നിനക്ക് ആദ്യം അറിയേണ്ടത്? നിന്നെ ഞാനിങ്ങനെ ബോഡി ഗാർഡായിട്ട് കൊണ്ടുവന്നതിനെ കുറിച്ചാണോ അതോ നിന്റെ അച്ഛൻ്റെ അമ്മേന്റെയും കാർ ആക്സിഡന്റിനെ കുറിച്ചാണോ എന്ന് കിന്നിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാനും തുടങ്ങുന്നു. പണ്ട് പോഷന്റെ അച്ഛനും അമ്മയും മരിക്കാൻ കാരണമായ ഒരു കാർ ആക്സിഡന്റിന്റെ പിന്നില് കിന്നിന്റെ അച്ഛന്റെ ഫ്രണ്ട് ആയിരുന്നു.
അതുകൊണ്ട് തന്നെ ഫ്രണ്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കേസ് കവറപ്പ് ചെയ്തു. പക്ഷെ വിക്ടിമിന് 2 കുഞ്ഞു മക്കളുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. നിന്നെ അടുത്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്നാണ് കിന്നിന്റെ അച്ഛൻ പറയുന്നത്. അന്ന് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ കിന്നിനെ പോഷയെ രക്ഷിക്കുന്നത്. ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പോഷന്റെ ഡീറ്റെയിൽസും നമ്മുടെ ഹെഡ് ബോഡി ഗാർഡ് അച്ഛനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉള്ളതൊക്കെ അച്ഛൻ ഓർക്കുന്നത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ പോഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ചെയ്ത് അച്ഛൻ ഇങ്ങോട്ടേക്ക് പോഷനെ എത്തിച്ചത്. പക്ഷെ ഈ ഒരു രീതിക്ക് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ള രീതിക്ക് പോഷയെ ചോദിക്കുമ്പം അല്ലാതെ നിന്നെ പോലൊരു സ്റ്റബോൺ ആയിട്ടുള്ള പയ്യൻ വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുവോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഹെൽപ്പ് ഓഫർ ചെയ്താല് അത് സ്വീകരിക്കുമോ എന്നുള്ള രീതിക്ക് അച്ഛൻ ചെയ്തത് ഭയങ്കര കൂടുതലായി പോയെന്ന് കിന്നും പറയുന്നുണ്ട്. അതെനിക്കും തോന്നി, അതുകൊണ്ടാണ് അവനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് അച്ഛൻ. പോഷയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമാണ് ഇതൊക്കെ കേട്ടിട്ട് വരുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ്. എന്ത് പണിയാ കാണിച്ചെന്നുള്ള രീതിക്ക് കിന്ന് നോക്കുന്ന സമയത്ത് ചെല്ലുന്നുള്ള രീതിക്ക് അച്ഛൻ ആക്ഷൻ കാണിക്കാണ്. അങ്ങനെ കിന്ന് പോഷന്റെ പുറകെ പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ പീറ്റ് നോക്കുമ്പം വേഗാസ് ആണെങ്കിൽ അവന്റെ പെറ്റിനെ കയ്യിൽ വെച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കാണ്. കാരണം വേറെന്നല്ല, പെറ്റിന് സുഖമില്ല. പീറ്റ് ഇതാണ്ടിട്ട് വറീഡാവുന്നുണ്ട്. അതിന് മരുന്നൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പം ഇല്ലെന്ന് വേഗാസ്. എന്നാ പിന്നെ ആരുടെയെങ്കിലും എടുത്ത് അതിനെ ഹോസ്പിറ്റലിലേക്ക് ആരും കൊണ്ടുപോകാൻ പറയുമ്പം ഇവിടെ ആരും ഇല്ലെന്ന് വേഗാസ്. ഭയങ്കര വിഷമത്തിൽ അതിനെ എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് പീറ്റ് ശ്രദ്ധിക്കുന്നത് അവിടെ ചാവിയുള്ളത്. അവനാണെങ്കിൽ അതെടുത്തിട്ട് കയ്യിലെ വിലങ്ങ കഴിക്കുന്നുണ്ട്. നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് കാണുന്നത് വേഗാസ് ഭയങ്കരമായിട്ട് വിഷമിച്ച് ആ പെറ്റിനെയും പിടിച്ച് പുറത്തിരിക്കുന്നത്. എന്തിലാവട്ടെ എന്നുള്ള രീതിക്ക് അവൻ പോകുന്നുണ്ടെങ്കിലും മനസ്സനുവദിക്കാണ്ട് തിരിച്ചു വരുന്നുണ്ട്. വേഗാസിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അപ്പോഴാണ് വേഗാസ് പറയുന്നത് ആ പെറ്റ മരിച്ചു എന്ന്. വേഗാസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് കരയാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടിട്ട് പീറ്റിനും ഭയങ്കര വിഷമം. അവനെ ആശ്വസിപ്പിക്കാൻ എന്നോണം പീറ്റ് വേഗാസിന്റെ കാലിലേക്ക് പിടിക്കുന്നുണ്ട്. ആ പെറ്റിനെ കുഴിച്ചിട്ട് അതിന്റെ മേലെ ഒരു പൂവൊക്കെ വെച്ച് രണ്ടുപേരും കൂടെ കുറച്ചേരം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അടുത്ത സീനില് രണ്ടുപേരും കൂടെ റൂമിലിരിക്കുകയാണ്. നീ എന്താ ഓടിപ്പോവാത്തതെന്ന് വേഗാസ്. അതെനിക്കും അറിയത്തില്ലെന്ന് പീറ്റ്. വേഗാസിനാണെങ്കിൽ ഭയങ്കര വിഷമം. അവന്റെ ആ പെറ്റിനെ അവന്റെ അച്ഛനാണ് ചെറുപ്പത്തിൽ കൊടുത്തത്. കുറെ ഉണ്ടായിരുന്നു, അതൊക്കെ മരിച്ചുവാണ് ചെയ്തത്. ഇപ്പൊ ഇതും തന്നെ വീട്ടിൽ പോയിന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണെന്ന് പീറ്റ്. അതെ, അച്ഛൻ എനിക്ക് തന്നിട്ടുള്ള എല്ലാം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന് വേഗാസ്. അവനാണെങ്കിൽ ഭയങ്കര വിഷമത്തില് സ്വയം തല്ലിക്കൊണ്ടിരിക്കാണ്. ഇത് കണ്ടിട്ട് പീറ്റ് തടയാൻ നോക്കുന്നുണ്ട്. നിനക്ക് പൊക്കൂടെയെന്ന് ചോദിച്ച് വേഗാസ്. ശരിക്കും പറഞ്ഞാല് ഞാനിങ്ങനെ വിഷമിക്കുമ്പം ഇങ്ങനെ സഫർ ചെയ്യുമ്പം നിനക്ക് സന്തോഷമല്ലേ തോന്നുന്നേന്ന് വേഗാസ് ചോദിക്കുന്നുണ്ട്. പീറ്റിന്റെ ഫേസിലേക്ക് പിടിച്ചിട്ട് അത് ചോദിക്കുന്നുണ്ട്. അവന്റെ കണ്ണുകള് അങ്ങനെയാണ് പറയുന്നത് എന്ന്. പീറ്റിന്റെ ഫേസിലേക്ക് പിടിച്ചിട്ട് വേഗാസിന്റേതായ സ്റ്റൈലിൽ പറയുന്നുണ്ട് ഒന്ന് സെക്സി ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുന്നു. പക്ഷെ പീറ്റ് ആണെങ്കിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കണ്ടിട്ട് നിന്റെ കോപ്പറേഷൻ ഇല്ലാണ്ട് ചെയ്താലേ ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം പീറ്റ് ആണെങ്കിൽ വേഗാസിനെ പിടിച്ചു വെച്ചങ്ങ് കിസ് ചെയ്യാണ്. പിന്നെന്ത് നോക്കാനാ, തിരിച്ച് വേഗാസും കിസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പീറ്റിന്റെ കൈയൊക്കെ കെട്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇന്റിമേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കിടക്കുന്ന സമയത്ത് പീറ്റാണെങ്കിൽ വല്ലാത്തൊരു രീതിക്ക് ചിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പോർച്ചേന്റെ അടുത്ത് ഇനി ആ വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് പോർച്ചെ എന്തുകൊണ്ടാ ഇങ്ങനെയൊന്നും നിനക്ക് ചോദിക്കുന്നൊന്നും തോന്നുന്നില്ലേന്ന് പോർച്ചെ ചോദിക്കുന്ന സമയത്ത് എല്ലാം ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ. നീ സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് അതെന്നെ ധാരാളമാണെന്ന് പോഷെ. ഞാൻ ജീവനോടെ ഇരിക്കാനുള്ള കാരണം നീയാണെന്ന് എന്നെ റിയലൈസ് ചെയ്യിപ്പിക്കുന്നതിന് താങ്ക് യു എന്ന് പോഷെ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കിമ്മ വരുന്നത്. കിന്ന വരുന്നത്. ഞാൻ ജീവനോടെ ഇരിക്കാനുള്ള കാരണം നീയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇവർക്ക് കഴിക്കാനുള്ള സാധനമൊക്കെ എടുത്തിട്ടാണ് ആള് വന്നേക്കുന്നത്. ഇവിടെ തന്നെ സെറ്റിൽ ആയെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. പോർച്ചന്റെ അടുത്ത് ഭയങ്കര കമ്പനിയായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം പോർച്ച അവിടെ നിന്ന് എണീറ്റുവാണ് റൂമിലേക്ക്. കിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്ലേട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ പേമര് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് പോഷ പറയുന്നത് എന്തിനാ എവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ഇവിടെ അത്ര കംഫർട്ടബിൾ ആയിട്ടൊന്നും ഇല്ലല്ലോ, അവന്റെ വീട്ടിലല്ലേ അവൻ ഹാപ്പി ആയിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞ് പോവാണേ പൊക്കോ എന്നുള്ള രീതിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കിന്നു പറയുന്നു നീ എവിടെയാണ് ഉള്ളത് അവിടെയാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന്. അതിപ്പോ എങ്ങനത്തെ സ്ഥലമായാലും പോഷെ കൂടെ ഉണ്ടെങ്കിൽ താൻ ഹാപ്പി ആയിരിക്കും, വേറെ ഒന്നും തന്നെ വേണ്ടെന്നാണ് കിന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ അടുത്ത സീനിൽ നോക്കുമ്പം പോഷെ പച്ചക്കറി കരിഞ്ഞുകൊണ്ടിരിക്കാണ്. നമ്മുടെ 2 ടോപ്സും കൂടെ ആണെങ്കിൽ ഇരുന്ന് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കാണ്. കിന്നിന്റെ വെള്ളോടി ഫ്രണ്ടിനെ നമുക്ക് തൽക്കാലം ബോട്ടെന്നും മറ്റേ ഫ്രണ്ടിനെ ടോപ്പ് ഫ്രണ്ടും എന്നും വിളിക്കാം. അതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് ശരിക്കും പുറത്തുനിന്ന് ഓർഡർ ചെയ്താലോ ഇതൊക്കെ നടപടിയാവുന്ന കേസാണോ എന്ന് ബോട്ടം ഫ്രണ്ട് പറയുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ ബോയ് ഫ്രണ്ട്സിനെ ഞങ്ങളുടെ സ്കില്ല് കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞാണ് രണ്ടുപേരും കൂടെ കുക്ക് ചെയ്യുന്നത്. എന്താവോ എന്തോന്നും പറഞ്ഞുകൊണ്ട് ബോട്ടം ഫ്രണ്ട് അവൻ പറയുന്നുണ്ട് കിന്നിനെ ശരിക്കും നിന്നെ ഇഷ്ടമാണ്, നീ ശരിക്കും ലക്കിയാണെന്ന്. ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കിന്ന്
ഇപ്പം പോഷയ്ക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തില് അവന്റെ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റഡ് ആയി കഴിഞ്ഞു. മാത്രല്ല കിന്നിന് പോഷനെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കൊണ്ട് നീ ഭയങ്കര ലക്കിയാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. കിന്നിനെ പോലെ ഒരാള് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അത് വേണ്ടെന്ന് വെക്കത്തില്ലെന്ന്. നീയും ലക്കിയാണ്, ടൈം നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പോഷ പറയുമ്പം കുറച്ച് വിഷമത്തില് ബോട്ടം ഫ്രണ്ട് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലെന്ന്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ടോപ്പ് ഫ്രണ്ടും കിന്നും തമ്മിലാണെങ്കിൽ ഭയങ്കര പ്രശ്നം. അവനാണെങ്കിൽ ഇറച്ചി എടുത്തിടുമ്പം ഇതിപ്പോഴല്ല ഇടേണ്ടത് എന്ന് കിന്ന്, ഇപ്പൊ തന്നെ ഇടേണ്ടത് ഞാൻ യൂട്യൂബില് കണ്ടതാണെന്ന് ടോപ്പ് ഫ്രണ്ട്. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്, ഇപ്പോഴല്ല ഇത് ഇടേണ്ടത് എന്ന് കിന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ ഇതും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും കണ്ട് നമ്മുടെ ബോട്ടംസ് രണ്ടുമാണെങ്കിൽ അവിടെ ഇരിക്കുന്നു. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ഫുഡിന്റെ മുന്നിൽ ഇരിക്കുവാണ്. ഫുഡ് കഴിച്ചു നോക്കുമ്പോൾ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെയുള്ള ഫുഡാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര കമ്പനി അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ലടിക്കുന്ന ആ സൗണ്ട് കേൾക്കുന്നത്. പോഷെ പോയി നോക്കിയിട്ട് വന്നിട്ട് നിന്റെ അച്ഛനാണെന്ന് കിന്നിന്റെ അടുത്ത് വന്ന് പറയുവാണ്. അവരൊക്കെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് കിന്നിന്റെ ഫ്രണ്ട്സ് രണ്ടോടന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് കിന്നും പോഷയും അച്ഛനും കൂടെ സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ആ ഒരു കാര്യം പറയാതിരുന്നത് എനിക്ക് ഗിൽറ്റി ഉള്ളത് കൊണ്ടാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു. ഇതാണ് ആ കാർ ഇടിച്ച ആള് എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പോഷ ചോദിക്കുന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള രീതിക്കാണ്. അവ മേടിക്കാതെ നിൽക്കുമ്പം കിന്നിന്റെ അച്ഛൻ കിന്നിന്റെ അടുത്തേക്ക് ആ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അതിന്റെ ബേക്കില് ഒരു അഡ്രസ് ഉണ്ട്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്തോന്നും പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത സീനില് കിന്നും പോഷയും കൂടെ ആ ഒരു അഡ്രസ്സിലേക്കാണ് വന്നേക്കുന്നത്. നോക്കുമ്പം ആ ഡ്രൈവറ് വെള്ളം നനച്ചുകൊണ്ടിരിക്കാണ് ചെടിക്ക്. പോഷന്റെ കയ്യില് ഗണ്ണുണ്ട്. നീ ഇത് ശരിക്കും തീരുമാനിച്ചോന്ന് കിന്നെ ചോദിക്കുന്നുണ്ട്. പോഷ പ്രത്യേകിച്ച് അതിന് റിപ്ലൈ കൊടുക്കാണ്ട് പോവാൻ നിൽക്കുന്ന സമയത്താണ് ആ ഡ്രൈവറുടെ അടുത്തേക്ക് അയാളുടെ കൊച്ചുമോളെ വരുന്നത്. മുത്തശ്ശന്റെ അടുത്ത് സംസാരിച്ച് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം പോഷന്റെ മനസ്സ് മാറുന്നുണ്ട്. അവൻ സഫർ ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കിന്നവന്റെ കയ്യിലേക്ക് പിടിക്കുന്നു. നീ ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിന്റെ അച്ഛനും അമ്മയും നിന്നെ കുറിച്ച് ഓർത്ത് പ്രൗഡാവും. ഞാൻ നിന്നെ കുറിച്ച് ഓർത്ത് പ്രൗഡാണെന്ന് കിന്ന്. പക്ഷെ ആ ഒരു ഗണ്ണെടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് കിന്നിനെ കെട്ടിപ്പിടിച്ച ഭയങ്കരമായിട്ട് കരയുവാണ്. അത് കഴിഞ്ഞിട്ട് കിന്ന പോഷനെ കൂട്ടിയിട്ട് വരുന്നത് ഇവര് ഫസ്റ്റ് മീറ്റ് ചെയ്ത ആ ഒരു സ്ഥലത്തേക്കാണ്. അവിടുന്ന് എല്ലാവരും കള്ളത്തിലൂടെയാണ് തുടങ്ങിയത്. പോഷ അവൻ ആദ്യം പരിചയപ്പെടുത്തിയത് ജോം എന്ന പേരിലായിരുന്നല്ലോ. ഇപ്പൊ നമ്മൾ തമ്മിൽ യാതൊരു സീക്രട്സും ഇല്ല. നമുക്ക് എല്ലാം ആദ്യം മുതലേ ഇവിടുന്ന് തന്നെ തുടങ്ങിയാലോ എന്ന് കിന്ന ചോദിക്കുകയാണ്. എന്റെ പേര് കിന്നെന്നാണ്, ഞാൻ മെയിൻ ഫാമിലിന്റെ ഹെഡാണ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നു. എന്റെ ബോഡി ആയിട്ടിരിക്കുമോ എന്ന് ചോദിച്ചു. കുറച്ചേരം നോക്കി എന്നിട്ട് എന്റെ പേര് പോഷ എന്നും പറഞ്ഞ് നമ്മുടെ ചക്കനാൻ കൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കിസ് ചെയ്തിട്ട് നീ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയാണ്. എന്നിട്ട് കവളിലൊരു കിസ് കൊടുത്തിട്ട് ഞാനും നിന്നെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്, ഭയങ്കര വാമായിട്ടുള്ള ഒരു മ്യൂസിക്, മൊത്തത്തില് അടിപൊളിയായിട്ടുള്ളൊരു സീന്. അടുത്ത സീനില് കിമ്മ പതിവില്ലാണ്ട് കോളേജിലേക്ക് വന്നേക്കുവാണ്. ഫ്രണ്ട് ആണെങ്കിൽ അവനായിട്ട് കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അല്ലടാ മറ്റേ കൊച്ചെന്തേ, അവനിപ്പം ഒരറിവും ഇല്ലാലോ, പ്രാക്ടിക്കൽ എക്സാമിന് പാസ്സായിട്ടും അവനാണെങ്കിൽ ഇന്റർവ്യൂവിന് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് കിമ്മിന് ആ കാര്യം മനസ്സിലാവുന്നത്. അവനാണെങ്കിൽ നല്ല കഴിവുള്ള കൊച്ചാണ്, ടീച്ചർ വരെ കൺഫ്യൂസ്ഡ് ആയി പോയി എന്ന് പറഞ്ഞൊക്കെയാണ് സംസാരിക്കുന്നത്. കിമ്മിനാണെങ്കിൽ അതിന് വലിയ കൺഫ്യൂഷൻ. ഇവിടെയാണെങ്കിൽ നമ്മുടെ പോർച്ചെ അവന്റെ ലുക്ക് വരെ മാറ്റുവാണ്. ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് ബാറിൽ പോകുന്നു കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ. അവരാണെങ്കിൽ ഇവനിങ്ങനെ സാഡായിട്ടിരിക്കുന്ന വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് ഡ്രിങ്ക്സ് എടുപ്പിക്കാണ്. കുറച്ച് കുടിക്കുമ്പോഴാണെങ്കിൽ അവനെ ഭയങ്കരമായിട്ട് കയ്പാണ് തോന്നുന്നത്. അതൊക്കെ ആദ്യമായിട്ട് കുടിക്കുന്നതുകൊണ്ടാണ്. കുറച്ചങ്ങ് ശീലാവുമ്പം എല്ലാം സെറ്റാണെന്ന് പറഞ്ഞാൽ അവര് അങ്ങനെ കുറേ കുടിക്കുന്നു. അങ്ങനെ കുറേ കുടിച്ച് പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ പോവല്ലേ, നിനക്ക് വേണ്ടിയിട്ട് ഒരു സാധനം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മയക്കുമരുന്ന് എടുക്കുവാണ്. പോർച്ചയ്ക്ക് കൊടുത്ത് അവനത് കഴിക്കാൻ പോകുന്ന സമയത്ത് കിം അങ്ങോട്ടേക്ക് വന്നിട്ട് അവനിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനെ അവിടെ പേടിപ്പിച്ചിരുത്തിയിട്ട് പോർച്ചനെ കൊണ്ട് പുറത്തു പോവാണ്. കൈവിടിപ്പിച്ചിട്ട് എന്തിനേം കൊണ്ട് വന്നത്, ഞാൻ എന്ത് വേണോ ചെയ്തിട്ട് നോക്കോട്ടെ, എന്താ കുഴപ്പം, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ, പിന്നെ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്നൊക്കെ ചോദിച്ചാണ് പോർച്ചയെ നിൽക്കുന്നത്. ഇപ്പൊ ഒന്നുമില്ല, നീ എന്ത് ചെയ്താലും അത് നിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് കിം ഓർന്ന് പോകുന്നു. പോർച്ചയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങാണ്. ഇവിടെ കിന്നും പോർച്ചയാണെങ്കിൽ ആ സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചേക്കാണ്. പോർച്ചയാണെങ്കിൽ ഈ ബഗ്സ് ഉണ്ടല്ലോ, ഈ മറ്റേ വണ്ടിനെ പോലത്തെ കുറച്ച് വലിയ സാധനവും അങ്ങനത്തെ കുറെ പാറ്റകളും അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ അവിടുത്തെ ഫുഡായിട്ട് എടുത്ത് തിന്നുകൊണ്ടിരിക്കാണ്. കിന്നിനും തിന്നാൻ കൊടുക്കുന്നുണ്ട്. കിന്നിനാണെങ്കിൽ അതൊക്കെ തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പോഷയ്ക്ക് വേണ്ടിയിട്ട് അത് കഴിക്കുന്നുണ്ട്. അങ്ങനെ അതും കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനൊന്ന് ബാത്റൂം പോയിട്ടില്ലാന്ന് പറഞ്ഞ് കിന്നെണീറ്റ് പോകുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് കുറച്ച് കഴിയുമ്പം പോഷന്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് പോഷന്റെ അങ്കിളാണ്. അങ്ങനെ കണ്ടതും പോഷയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പോഷയെ കുറച്ച് ഇഷ്ടക്കേടോടെ തന്നെയാണ് അങ്ങനെ അടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് അങ്കിൾ പറയുന്നുണ്ട്,
പിന്നെ ഞാനാണ് കുറെ കാലം വളർത്തിയത്, നീ ഒരു ക്ലവർ അല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്ര മണ്ടനാണെന്ന് വിചാരിച്ചില്ല എന്ന് പറയാണ്. മെയിൻ ഫാമിലിയിലെ ഒരാളെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ കൊടുക്കുന്നു. ആ ഫോട്ടോ കണ്ടിച്ച് പോഷയും ഷോക്കാവുന്നുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു 5 മില്യൺ തന്നാൽ മതി, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. പോഷ ഒന്നും കൂടെ ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട്. അതിൽ പോഷന്റെ അച്ഛനും അമ്മയും പോഷയും പോച്ചയും പിന്നെ കിന്നിന്റെ അച്ഛനുമാണ് ഉള്ളത്. അങ്ങനെ പിന്നെ ഒരു ട്വിസ്റ്റ് വന്നുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡും കഴിയുന്നത്.